ജി സുധാകരനെ അവഗണിക്കാൻ CPIM. സുധാകരനെ പ്രകോപിപ്പിക്കേണ്ടതില്ല എന്നാണ് CPIM തീരുമാനം. പ്രശ്നങ്ങൾ ഉണ്ടാക്കി വിവാദം വലുതാക്കേണ്ടെന്ന് CPIM സെക്രട്ടേറിയറ്റ്. സുധാകരനെ പിന്തുണച്ചാൽ UDF വോട്ട് ചോരുമെന്നാണ് പാർട്ടി വിലയിരുത്തൽ. അർജുൻ രാജുണ്ട് വിവരങ്ങളുമായി. അർജുൻ, അപ്പോൾ ഒരു ജി സുധാകരൻ എഫക്ട് അമ്പലപ്പുഴയിലോ ആലപ്പുഴയിലോ ഉണ്ടാകില്ല എന്നാണ് നിലവിൽ CPIM വിലയിരുത്തുന്നത്. ശ്യാമിലി, സുധാകരന്റെ പാർട്ടി വിടലും സ്ഥാനാർത്ഥിത്വവും ഏതെങ്കിലും തരത്തിൽ ബാധിക്കില്ല എന്നുള്ള വിലയിരുത്തൽ CPIM-നുണ്ട്. അതേസമയത്ത് സുധാകരനെ പ്രകോപിപ്പിക്കുകയോ ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങൾ ഉണ്ടാക്കുകയോ ചെയ്ത് ഈ വിഷയം കത്തിച്ച് നിർത്തേണ്ടതില്ല എന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നു. അതല്ലെങ്കിൽ അദ്ദേഹത്തിന് കുറെ കൂടി അനുകൂലമാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറും. അങ്ങനെയൊരു സാഹചര്യം ഉണ്ടാക്കേണ്ട, പ്രശ്നങ്ങൾ ഉണ്ടാക്കി സാഹചര്യത്തെ വഷളാക്കേണ്ടതില്ല എന്നാണ് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് വിലയിരുത്തുന്നത്. ഇന്നലെയൊക്കെ പ്രാദേശികമായി സുധാകരനെതിരെ വലിയ രീതിയിലുള്ള വിമർശനവും പ്രതിഷേധ പ്രകടനങ്ങളും ഒക്കെ അമ്പലപ്പുഴയിൽ നടന്നിരുന്നു. പക്ഷേ അത്തരത്തിലുള്ള പ്രതിഷേധത്തിലേക്കോ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്ന തരത്തിലേക്കോ ഇനി പോകേണ്ടതില്ല എന്ന നിലപാടിലേക്ക് CPIM എത്തുകയാണ്. എന്ന് മാത്രമല്ല, UDF സുധാകരനെ പിന്തുണയ്ക്കുകയാണെങ്കിൽ അത് UDF-ന്റെ വോട്ട് നഷ്ടപ്പെടാനുള്ള സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ പോകുമെന്ന് CPIM വിലയിരുത്തുകയാണ്. അവിടെ സ്ഥാനാർത്ഥിയാകാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്, കോൺഗ്രസ് ചിഹ്നത്തിൽ വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അങ്ങനെയൊരു ഇടത്തേക്ക് സുധാകരൻ വരികയാണെങ്കിൽ അവർക്ക് വോട്ട് നഷ്ടപ്പെടുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക എന്ന് CPIM വിലയിരുത്തുന്നു. അതിനപ്പുറത്തേക്ക് സലാമിന്റെ വിജയത്തെ ബാധിക്കുന്ന തരത്തിലേക്ക് സുധാകരന്റെ സ്ഥാനാർത്ഥിത്വം പോകില്ല എന്നുള്ളതാണ് CPIM-ന്റെ കണക്കുകൂട്ടൽ. അതിന് ഏതെങ്കിലും തരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു, അതായത് അദ്ദേഹത്തിനെതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഒക്കെ ഉണ്ടാക്കി വിവാദം ഉണ്ടാക്കി അനുകൂലമാക്കേണ്ടതില്ല എന്ന് വിലയിരുത്തുകയാണ് CPIM. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ നേതാക്കളോ പ്രാദേശികമായോ സുധാകരനെതിരായിട്ടുള്ള വിമർശനങ്ങളും പ്രതിഷേധങ്ങളും ഉണ്ടാകേണ്ടതില്ല എന്നുള്ള ഒരു സൂചനയാണ് CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് നൽകുന്നത്.